ഇത് കാച്ചിൽ മെഴുക്ക് പുരട്ടിയാണേ. കാച്ചിൽ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകിയെടുത്ത് ഈ വലിപ്പത്തിൽ മുറിച്ചെടുക്കണം. മുറിച്ചെടുത്തിട്ടത് വെള്ളത്തിൽ വേവിക്കണം. വെള്ളം ഇതിന് മുകളിൽ നിന്ന് പാകത്തിന് വേവിക്കണം. തിളപ്പിച്ച് വറ്റിക്കുന്നവരും ഉണ്ടാവും. പക്ഷെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. തിളച്ച് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് പാകത്തിന് ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇളക്കി അടച്ച് വയ്ക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ വേവും. ഒത്തിരി വെന്തളിഞ്ഞ് പോകാതെ വാങ്ങണം. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ വേണേ. ഇത് വെന്തോന്ന് നോക്കാം. ഇതിപ്പം പാകത്തിന് വെന്തു. ഇനി ഇത് വെന്തളിഞ്ഞ് പോകുന്നതിന് മുന്നേ നമുക്കിത് വാങ്ങാം. ഇതിൽ നിന്ന് ഊറ്റിയെടുക്കണം. തീ കുറച്ചിടുക. ഇതിൽ നിന്നും ഓരോന്ന് അങ്ങനെ വെള്ളത്തിൽ നിന്ന് എല്ലാം ഇങ്ങനെ വാരിയെടുക്കണം. ഇതുപോലെ എല്ലാം ഇങ്ങനെ എടുക്കണം. ഇനി നമുക്കിത് വെളിച്ചെണ്ണ ഒഴിച്ച് താളിക്കാം. ഇനി ഇതിൽ താളിക്കുന്നതിനാവശ്യമായിട്ടുള്ള ശകലം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ചതച്ച മുളക്, ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, നന്നായി ഒന്ന് വഴന്ന് ചെറിയൊരു മൂപ്പാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ മെഴുക്ക് പുരട്ടിയാക്കി വെച്ചേക്കുന്ന കാച്ചിൽ കഷ്ണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴന്നതിന് ശേഷം ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് ഇനിയും കാച്ചിൽ നുറുക്കി വേവിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. സാവധാനം ഇളക്കി കൊടുക്കണം. ഇതെല്ലാം ഇതിൽ യോജിപ്പിക്കണം നന്നായിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നല്ലതാണെങ്കിൽ പറയണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. പിന്നെ കമൻസ് അത്യാവശ്യമാണ്. ഇതൊക്കെ എന്ത് നന്നായിട്ടാണോ നല്ലതാണോ എന്നൊക്കെ അറിയണ്ടേ. എൻ്റെ ഒരു ഐഡിയ ആണിത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. Bye.